കുറച്ചു നേരത്തെ സന്തോഷവും കൗതുകവും നിറഞ്ഞ യാത്രക്കൊടുവിൽ കാർത്തികിന്റെ കാർ ആ കോളേജ് ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. വർഷങ്ങൾക്ക് ശേഷം തന്നെ വീണ്ടും അവിടേക്ക് എത്തിച്ച ആ യാത്രാവേള ഗൗരിയിൽ വല്ലാത്തൊരു മിടിപ്പുണ്ടാക്കിയിരുന്നു. കാർ നിന്നതും അവൾ സീറ്റിലിരുന്നൊന്ന് ശ്വാസമെടുത്തു. കാർത്തിക് സ്റ്റിയറിങ്ങിൽ നിന്നും കൈയെടുത്ത് ഡോർ തുറന്ന് പുറത്തിറങ്ങി. അവൻ നേരെ വന്നു ഗൗരിയുടെ വശത്തെ ഡോർ തുറന്നു കൊടുത്തിട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, എത്തി ഗൗരി, ഇറങ്ങിക്കോളൂ. അവൾ തലയാട്ടി പതുക്കെ കാറിന് പുറത്തേക്ക് കാൽവെച്ചു. നിമിഷനേരം കൊണ്ട് അവൾക്ക് മുന്നിൽ ആ വലിയ ഗേറ്റും പരിചയമുള്ള വഴികളും ഉയർന്നു വന്നു. കുറേ നാളുകൾക്ക് ശേഷം സ്വന്തം ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങളും കഴിഞ്ഞുള്ള ഈ പുതിയ തുടക്കം അവളുടെ ഉള്ളിലൊരു നൊമ്പരവും ഒപ്പം വലിയൊരു ആശ്വാസവും നിറച്ചു. അവിടെ ഒത്തുകൂടിയിരുന്ന മറ്റു വിദ്യാർത്ഥികളെയും ബഹളങ്ങളെയും കണ്ടപ്പോൾ തുടക്കത്തിൽ ഉള്ളിലൊരു ചെറിയ ഭയവും സങ്കോചവും തോന്നിയിരുന്നുവെങ്കിലും പെട്ടെന്നാണ് കഴിഞ്ഞ കാലങ്ങളിലെ അവളുടെ കണ്ണീരും തടവറ പോലെയുള്ള ആ നാളുകളും അവളുടെ ഓർമ്മയിലേക്ക് വന്നത്. അതെല്ലാം തരണം ചെയ്ത് ഇന്നൊരു പക്ഷി സ്വാതന്ത്ര്യത്തോടെ വായുവിൽ ഉയരുന്നത് പോലെ അവൾ സ്വയം അനുഭവിച്ചു. അടിച്ചമർത്തപ്പെട്ടവളായി ജീവിച്ച താൻ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ വീണ്ടും ഈ കോളേജിൻ്റെ പടി കയറുകയാണ് എന്ന സത്യം അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അത് കണ്ടുകൊണ്ട് കാർത്തിക് അവളുടെ അരികിലേക്ക് അല്പം കൂടി ചേർന്ന് നിന്നു. എന്താ ഗൗരി, കണ്ണിൽ ചെറിയൊരു നനവൊക്കെ കാണാമല്ലോ, പേടിയാണോ നിനക്ക്? അവൾ മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് സ്നേഹവും നന്ദിയും തുളുമ്പി നിന്നു. പേടിയൊന്നുമല്ല കാർത്തികേട്ടാ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതൊരു അത്ഭുതം പോലെ തോന്നുന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ വീണ്ടും കോളേജിൽ എത്തിയെന്ന്. പേടിക്കേണ്ട ആവശ്യമില്ല ഗൗരി, ഇതൊരു പുതിയ തുടക്കമാണ്. നിന്റെ കയ്യിൽ ഈ ബുക്സും ആത്മവിശ്വാസവുമാണ് നിന്റെ ശക്തി. ഇന്നു മുതൽ ഈ ലോകം നിന്റേതാണ്. നന്നായി പഠിക്കണം. ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ടെൻഷൻ അടിക്കരുതേ. എന്തിനും ഞാൻ നിന്റെ കൂടെയുണ്ട്. അവൻ്റെ ആ വാക്കുകൾ കേട്ടതും അവളുടെ മനസ്സിലെ ഭാരമെല്ലാം കാറ്റിൽ പറന്നതുപോലെ തോന്നി. വല്ലാത്തൊരു ആത്മവിശ്വാസം അവളിൽ നിറഞ്ഞു. അവൾ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ തലയാട്ടി. ശരി കാർത്തികേട്ടാ. ഗൗരി ബാഗ് തോളിൽ ഇട്ടുകൊണ്ട് അവനെ നോക്കി. എന്നാ പിന്നെ മേഡം നല്ല ഹാപ്പിയായി ക്ലാസ്സിലേക്ക് പോയേ, എനിക്ക് വേഗം തന്നെ ഓഫീസിൽ എത്തണം. ഗൗരി അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസം തുളുമ്പുന്ന ചുവടുകളോടെ കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് നടന്നു. കാർത്തിക് അവളുടെ ആ പോക്കും നോക്കിക്കൊണ്ട് കുറച്ചു നേരം കാറിനരികിൽ തന്നെ നിന്നു. അവളുടെ മുഖത്തെ ആ പ്രകാശവും ആവേശവും കണ്ട് അവൻ്റെ ചുണ്ടിലും സന്തോഷത്തിൻ്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അകത്തേക്ക് മറയുന്നത് വരെ അവൻ അവിടെ തന്നെ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞതും കാർത്തിക് ഓഫീസിലേക്ക് തിരിച്ചു. ഗൗരി കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് നടന്നു. ചുറ്റും കവിഞ്ഞൊഴുകുന്ന യുവത്വത്തിൻ്റെ ആവേശവും അലറിച്ചിരികളും കൂട്ടം കൂടിയുള്ള വർത്തമാനങ്ങളും അവളുടെ കാതുകളിലേക്ക് ഇരച്ചു കയറി. വർഷങ്ങളുടെ ആ വലിയ ഇടവേളയ്ക്കു ശേഷമുള്ള ഈ വരവ് അവളെ പെട്ടെന്ന് ഭൂതകാലത്തിൻ്റെ ഇരുണ്ട നാളുകളിലേക്കും ഒറ്റപ്പെടലുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോകാൻ വെമ്പൽ കൊണ്ടെങ്കിലും ഇന്നത്തെ ഈ പ്രഭാതത്തിൻ്റെ കുളിർമയേറിയ വെളിച്ചം അതിനെയെല്ലാം നിമിഷനേരം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. കാർത്തിക് തന്ന ആ സ്നേഹവും ഉറപ്പും നൽകിയ ധൈര്യമാണ് ഇപ്പോൾ അവളുടെ ഓരോ ചുവടിനും കരുത്തു പകരുന്നത്. ക്യാമ്പസിൻ്റെ വലിയ ഗേറ്റും കടന്ന് കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ ഗൗരി ചെറിയൊരു ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടു. പല വഴികളിലേക്ക് പിരിഞ്ഞു പോകുന്ന ഇടനാഴികളും പുതുതായി പണിതുയർത്തിയ കെട്ടിടങ്ങളും അവളെ പെട്ടെന്ന് വട്ടം കറക്കി. താൻ പഠിക്കേണ്ട BBA ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഭാഗത്താണെന്ന് പെട്ടെന്ന് അവൾക്ക് പിടികിട്ടില്ല. പുതിയ ബാഗിൻ്റെ വാറുകൾ വിരലുകളിൽ മുറുക്കി പിടിച്ച് ചുറ്റും കണ്ണോടിച്ച് അവൾ ഒന്ന് പതറി നിന്നു. ചുറ്റുമുള്ളതൊക്കെയും പുതിയ മുഖങ്ങളാണ്. എല്ലാവരും അവരവരുടെ കൂട്ടുകാരുമായി തമാശകളും വിശേഷങ്ങളും പറഞ്ഞ് നടക്കുകയാണ്. ആ ആൾക്കൂട്ടത്തിനിടയിൽ താൻ മാത്രം ഒറ്റപ്പെട്ടു പോയതുപോലെ അവൾക്ക് തോന്നി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷനായി നിൽക്കുമ്പോഴാണ് അല്പം അകലെയായി കയ്യിൽ ഒരു പിടി സർട്ടിഫിക്കറ്റുകളും ബുക്സുമായി ആദിയോടെയും ആകാംക്ഷയോടെയും നടന്നു വന്ന മറ്റൊരു പെൺകുട്ടി അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നല്ല നിഷ്കളങ്കമായ മുഖവും ഒതുങ്ങിയ പ്രകൃതവുമുള്ള ആ കുട്ടിയും തന്നെ പോലെ തന്നെ എങ്ങോട്ടെന്നറിയാതെ വഴിതെറ്റി നിൽക്കുകയാണെന്ന് അവളുടെ നോട്ടം കണ്ടാൽ വ്യക്തമായിരുന്നു. ഗൗരിക്ക് അവളോട് വല്ലാത്തൊരു അടുപ്പം തോന്നി. അവൾ പതുക്കെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അതൊന്ന് ചോദിച്ചോട്ടെ? ഗൗരി ചെറുതായി പതറിക്കൊണ്ട് അവളുടെ അരികിൽ ചെന്ന് ചോദിച്ചു. ആ പെൺകുട്ടി പെട്ടെന്ന് നെട്ടിത്തിരിഞ്ഞ് ഗൗരിയെ നോക്കി. പിന്നെ ഗൗരിക്കടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നു. മുഖത്തൊരു ചെറിയ ചിരി വരുത്തിക്കൊണ്ട് അവൾ പതുക്കെ പറഞ്ഞു, ചോദിക്കാമല്ലോ ചേച്ചി? അല്ല,
നിങ്ങൾ ഇവിടെ പുതിയതാണോ? എനിക്കും വഴിയൊന്നും ആകെ കൂടി മനസ്സിലാകുന്നില്ല. ഞാനും ഇങ്ങോട്ട് പുതിയ അഡ്മിഷൻ എടുത്തതാ. ഫസ്റ്റ് ഇയർ BBA ആണ്. എങ്ങോട്ടാ പോകേണ്ടത് എന്നൊരു പിടിയും കിട്ടുന്നില്ല. ആ കുട്ടി വളരെ നിഷ്കളങ്കമായ സംസാര ശൈലിയിൽ ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. ഗൗരി ചോദിക്കാൻ വന്ന കാര്യം തന്നെ അവളിൽ നിന്നും ഒറ്റ ശ്വാസത്തിൽ കേട്ടു. അല്ല ചേച്ചി, ചേച്ചി എന്താ എന്നോട് ചോദിക്കാൻ വന്നേ? ഇത്രയും ചോദിച്ച ഒരു ഭയം ഒഴിഞ്ഞതുപോലെ അവൾ ഗൗരിയെ നോക്കി. അത് കേട്ടതും ഗൗരിയുടെ മുഖത്ത് വിടർന്ന പുഞ്ചിരി കുറച്ചുകൂടി ആഴത്തിലുള്ളതായി. മനസ്സിലുണ്ടായിരുന്ന ഭാരമെല്ലാം ഒരു നിമിഷം കൊണ്ട് കാറ്റിൽ പറന്നുപോയി. സത്യമാണോ? ഞാനും ഫസ്റ്റ് ഇയർ BBA തന്നെയാണ്. ആഹാ, എങ്കിൽ നമ്മൾ ഒരേ ക്ലാസ്സിലാണല്ലോ. എൻ്റെ പേര് ഗൗരി, അവൾ ആശ്വാസത്തോടെ പറഞ്ഞു. അത് കേട്ട ആ കുട്ടിയുടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു. അവൾ പെട്ടെന്ന് ഗൗരിയുടെ അടുത്തേക്ക് ഒരടി കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, ശരിയാണ് ചേച്ചി, ഭാഗ്യമായല്ലോ. എനിക്ക് ആരെയും പരിചയമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ വല്ലാത്ത പേടിയുണ്ടായിരുന്നു. ഇത്രയും വലിയ കോളേജിൽ ഞാൻ ആദ്യമായിട്ടാ. എൻ്റെ പേര് പാർവതി. പാർവതി, നല്ല പേര്. ഗൗരി സ്നേഹത്തോടെ ആ കുട്ടിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എന്നെ ചേച്ചിയെന്ന് വിളിക്കണ്ട, ഗൗരി എന്ന് വിളിച്ചാൽ മതി. ഞാനും ഇന്നാണ് ഈ കോളേജിലേക്ക് ആദ്യമായി വരുന്നത്. അതെയോ? എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാം ഗൗരി ചേച്ചി. അല്ല ഗൗരി, പാർവതി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ആ നിമിഷം ഗൗരിയുടെ മനസ്സിലുണ്ടായിരുന്ന ബാക്കിയെല്ലാ ആശങ്കകളും സംശയങ്ങളും പൂർണ്ണമായും മലിഞ്ഞുപോയി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കിട്ടിയ ആ ക്യാമ്പസ് ജീവിതത്തിൽ തനിക്ക് കൂട്ടായ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഇയറായ മറ്റൊരു പെൺകുട്ടിയെ കൂടി ലഭിച്ച ആശ്വാസത്തിൽ അവളുടെ മുഖം തെളിഞ്ഞു. അവർ രണ്ടുപേരും പരസ്പരം ചെറിയ വർത്തമാനങ്ങളും പുതിയ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് ആ വലിയ ഇടനാഴിയിലൂടെ BBA ഡിപ്പാർട്ട്മെൻറ്റ് ലക്ഷ്യമാക്കി ഒരുമിച്ച് നടന്നു. പുതിയ സൗഹൃദത്തിൻ്റെ തളിർപ്പും മനസ്സിൽ നിറഞ്ഞ നൂറുകണക്കിന് ആത്മവിശ്വാസവുമായി ഗൗരി തൻ്റെ ജീവിതത്തിൻ്റെ പുതിയൊരു ഏടിലേക്ക് ആ ക്ലാസ് മുറിയുടെ പടി കടന്നു ചെന്നു. ക്ലാസ് മുറിയുടെ വാതിൽ പടി കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ഗൗരിയുടെ നെഞ്ചിൽ ഒരു ചെറിയ വിറയലുണ്ടായിരുന്നുവെങ്കിലും പാർവതി കൂടെയുള്ളത് അവൾക്കൊരു വലിയ ധൈര്യമായിരുന്നു. പുതിയൊരു തുടക്കത്തിൻ്റെ സന്തോഷത്തോടും ആവേശത്തോടും കൂടി അവർ രണ്ടുപേരും ക്ലാസിൻ്റെ ഒടുവിലത്തെ ബെഞ്ചിൽ പോയി അടുത്തടുത്തായി സന്തോഷത്തോടെ വന്നിരുന്നു. ക്ലാസ് തുടങ്ങാൻ ഇനിയും സമയമുള്ളത് കൊണ്ട് ചുറ്റും കൂടിയിരിക്കുന്ന പുതിയ കൂട്ടുകാരെയും ക്ലാസ് മുറിയുടെ ഭംഗിയെയും എല്ലാം അവർ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തനിക്കും ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ കോളേജിലിരുന്ന് പഠിക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്തപ്പോൾ ഗൗരിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ടൊന്ന് നനഞ്ഞു. പാർവതിയുമായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ പരസ്പരം ചിരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ ക്ലാസ് മുറിയുടെ സമാധാനം കെടുത്തുന്ന ആ ശബ്ദം പുറത്തുനിന്ന് കേട്ടത്. ഹേയ് ഫസ്റ്റ് ഇയേഴ്സ്, ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വാടാ. ആരോ ആക്രോശിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വന്നു. പിന്നാലെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് സീനിയർ വിദ്യാർത്ഥികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഒരു സംഘം വളരെ ഗൗരവത്തിലും ഒരുതരം പുച്ഛത്തോടെയും ക്ലാസ്സിലേക്ക് അടിച്ചു കയറി വന്നു. അവരുടെ മുഖത്തെ ആ ഭാവം കണ്ടതും ക്ലാസ്സിലുണ്ടായിരുന്ന ബാക്കി കുട്ടികളെല്ലാം പേടിച്ചിരണ്ട് സീറ്റുകളിൽ ഒതുങ്ങിയിരുന്നു. ഗൗരിയുടെ ഹൃദയം പെട്ടെന്നൊരു നിമിഷം നിലച്ചു പോയതുപോലെ തോന്നി. ആ പഴയ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ മിന്നൽ പിണർപ്പ് പോലെ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അവൾ അറിയാതെ പാർവതിയുടെ കൈകളിൽ ഇറുക്കെ പിടിച്ചു. അവളുടെ മുഖത്തെ ചോരയെല്ലാം മറന്നുപോയി. സീനിയർ കുട്ടികൾ ഓരോ ബെഞ്ചായി മുന്നോട്ട് നടന്ന് ഫസ്റ്റ് ഇയേഴ്സിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പേടിച്ചിരണ്ട് വിറച്ചു നിൽക്കുന്ന പാർവതിയെ കണ്ടുകൊണ്ട് അതിലൊരു സീനിയർ നിഷ എന്ന പെൺകുട്ടി പുച്ഛത്തോടെ അവരുടെ മുന്നിലേക്ക് നടന്നു വന്നു. എന്താ ഇവിടെ ഇരുന്ന് വലിയ ചിരിയും വർത്തമാനവും ഒക്കെയാണല്ലോ. കോളേജിൽ കയറി വന്ന ഉടനെ തല പൊക്കി പിടിച്ചിരിക്കാൻ തുടങ്ങിയോടാ പുതിയ കുട്ടികൾ. എഴുന്നേറ്റ് നിൽക്കടാ എല്ലാവരും, ആ സീനിയർ നിഷ ദേഷ്യത്തോടെ അലറി. പേടിയോടെയാണെങ്കിലും ഗൗരിയും പാർവതിയും ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ഗൗരിയുടെ വിറക്കുന്ന കൈകൾ കാണാതിരിക്കാൻ അവൾ തൻ്റെ ചുരിദാറിൻ്റെ ഷാൾ ശക്തമായി മുറുക്കി പിടിച്ചു. ഭൂതകാലത്തിൻ്റെ കൊടും ക്രൂരതകൾ അനുഭവിച്ച ആ മനസ്സ് വീണ്ടും ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തകർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. നീ എന്താടി ഇത്രയും ഗമയിൽ ഇവിടെ ഇരുന്നത്? ഫസ്റ്റ് ഇയർ ആണെന്നുള്ള വിവരമൊക്കെ ഉണ്ടോടി നിനക്ക്? താഴേക്ക് നോക്കി നിൽക്കടാ. ഗൗരിയുടെയും പാറുവിൻ്റെയും അടുത്തുള്ള ഒരു ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അവരെ രണ്ടുപേരെയും അടിമുടി നോക്കി ആ സീനിയറായ ആകാശ് എന്ന ആൺകുട്ടി ഗൗരിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ശബ്ദമുയർത്തി. ഗൗരിയുടെ കാലുകൾ വിറക്കാൻ തുടങ്ങിയിരുന്നു. ചുറ്റുമുള്ളതൊക്കെയും കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. തനിക്ക് കിട്ടിയ ആ ചെറിയ സന്തോഷവും സ്വാതന്ത്ര്യവും പോലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ഈ ക്രൂരതയ്ക്ക് മുന്നിൽ വീണ്ടും പൊടിയുമെന്ന ഭയം
അവളുടെ തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിന്നു. പേടിച്ചരണ്ട് വിറച്ചു നിൽക്കുന്ന പാർവതിയെ നോക്കി ആ സീനിയർ നിശ കണ്ണുരുട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു. നീ അവിടെ തന്നെ ഇരുന്നോണം, അനങ്ങരുതേ. അത് കേട്ടതും പാർവതി പേടിയോടെ ബെഞ്ചിലേക്ക് ചുരുണ്ടുപോയി. പിന്നാലെ ഗൗരിയെ മാത്രം ലക്ഷ്യമാക്കി ആ സീനിയേഴ്സ് തിരിഞ്ഞു. പിന്നെ ഈ പുതിയ കുട്ടിയല്ലേ കൂടുതൽ ആവേശത്തിലിരുന്നത്? വാടി മുന്നോട്ട്, എഴുന്നേറ്റ് പോരടി ഫ്രണ്ടിലേക്ക്. മുന്നിൽ നിന്ന് അവരുടെ ലീഡറായ രാഹുൽ ഗൗരിയുടെ നേരെ കൈ ചൂണ്ടി ആക്രോശിച്ചു. കാൽ വെക്കാൻ പോലും കഴിയാതെ വിറക്കുന്ന കാലുകളോടെ ഗൗരി ബെഞ്ചിൽ നിന്നും പതുക്കെ മുന്നോട്ട് നടന്നു. ക്ലാസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ബെഞ്ചിൽ നിന്ന് എല്ലാവരുടെയും നോട്ടങ്ങൾക്കിടയിലൂടെ ക്ലാസിൻ്റെ തൊട്ടു മുന്നിൽ കറുത്ത ബോർഡിന് അഭിമുഖമായി അവൾ വന്നു നിൽക്കേണ്ടി വന്നു. ആ പഴയ ഭയങ്ങൾ ഒരു വലിയ ഇരുണ്ട നിഴലായി അവളുടെ മേൽ വീണു. ആ സീനിയർ സംഘം അവളെ വട്ടമിട്ട് നിന്നു. അവരിലെ ലീഡർ മേശപ്പുറത്ത് കയറിയിരുന്ന് പുച്ഛത്തോടെ അവളെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു, പേരെന്താടി? ഫസ്റ്റ് ഇയറെ കോളേജിൽ കയറി വന്ന അഹങ്കാരം കണ്ടില്ലേ? ആരുടെയൊക്കെ പിന്തുണയാടി നിനക്ക് ഇത്രയും ധൈര്യം? ഗൗരിയുടെ തൊണ്ട വരണ്ടു പോയിരുന്നു. എന്തു മറുപടി പറയണമെന്നറിയാതെ വിറക്കുന്ന ചുണ്ടുകളോടെ അവൾ താഴേക്ക് നോക്കി നിന്നു. കണ്ണ് നിറഞ്ഞൊഴുകാൻ വെമ്പുന്നുണ്ടെങ്കിലും ആ കൂട്ടത്തിന് മുന്നിൽ കരഞ്ഞു പോകരുതെന്ന് അവൾ മനസ്സുകൊണ്ട് വാശി പിടിച്ചു. ചോദിച്ചാൽ കേൾക്കില്ലേടി? നാക്കുയർത്തി മിണ്ടാൻ മേലെ? മറ്റൊരാൾ കൂടി ശബ്ദമുയർത്തിയപ്പോൾ ഗൗരി പേടിച്ചുകൊണ്ട് ഒന്നുകൂടി നെട്ടിവിറച്ചു. അവളുടെ മൗനം ആ സീനിയേഴ്സിൻ്റെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. അതിലൊരു പെൺകുട്ടി മുന്നോട്ട് വന്ന് ഗൗരിയുടെ താടിയിൽ പിടിച്ച് അവളുടെ മുഖം ബലമായി പിടിച്ചുയർത്തിക്കൊണ്ട് പരിഹസിച്ചു. എന്താടാ ലുക്കൊക്കെ കണ്ടിട്ട് വലിയ ജാടയാണല്ലോ. ഫസ്റ്റ് ഇയേഴ്സ് എങ്ങനെയാണ് ഇവിടെ ഒതുങ്ങി നിൽക്കേണ്ടതെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. കൈ രണ്ടും പൊക്കി പിടിച്ച് ആ ഫ്രണ്ട് ബെഞ്ചിൽ കയറി നിന്നേടി. എന്നിട്ട് ഉറക്കെ നിന്റെ മുന്നിലുള്ളവർക്ക് കേൾക്കാൻ ഒരു പാട്ട് പാടിടി. അവരുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉള്ളുരുകി കരഞ്ഞുകൊണ്ട് ഗൗരി ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ വിറച്ചു നിന്നു. തൻ്റെ അരികിലിരുന്ന് അല്പം മുമ്പ് സന്തോഷത്തോടെ വിശേഷങ്ങൾ പങ്കുവെച്ച ഗൗരിയെ സീനിയേഴ്സ് ബുദ്ധിമുട്ടിച്ച് മുന്നിൽ നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ പാർവതിയുടെ ഉള്ളുരുകിപ്പോയി. കുറച്ചു നേരത്തെ പരിചയം മാത്രമാണെങ്കിലും ആ ചെറിയ സമയത്തിനുള്ളിൽ ഗൗരിയോട് വല്ലാത്തൊരാത്മബന്ധം പാറുവിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. പേടിച്ചുകൊണ്ട് വിറച്ചു നിൽക്കുന്ന ഗൗരിയുടെ കണ്ണുനീർ കണ്ടതും പാറുവിന് ഇനി കാഴ്ചക്കാരിയായി അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ നെഞ്ചിലുയർന്ന സങ്കടവും ഭയവും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് ദേഷ്യത്തിന് വഴിമാറി. അവൾ ധൈര്യം സംഭരിച്ച് ഒറ്റ കുതിപ്പിനെ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് സീനിയേഴ്സ് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഉറച്ച ചുവടുകളോടെ നടന്നു ചെന്നു.